ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ലിവർ കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഫ്രൈ ആക്കി എടുക്കാമെന്ന്. അനോട്ടിനാണ് കേട്ടോ അതിൻ്റെ മാസ്റ്റർ ഷെഫ്. അനോട്ടിന് നല്ലപോലെ കുക്ക് ചെയ്യാൻ അറിയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അനോട്ടിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ എണ്ണയിൽ. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കണം. ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കും കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കശ്മീരി ചില്ലി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കണം. ഇളക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രമാണ് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുള്ളൂ കേട്ടോ. കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഇളക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം കേട്ടോ. ഇനി അതിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ ലിവർ ആഡ് ചെയ്യുക കേട്ടോ. ഇച്ചിരി സമയത്ത് നീവട്ടം കരയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അനോട്ടിന് ഇവിടുന്ന് പോയത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ലിവർ നന്നായിട്ട് കഴുകിയെടുത്ത ലിവർ കേട്ടോ, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയെടുത്ത ലിവർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇങ്ങനെ വേവിച്ചതിന് ശേഷം വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിട്ട് ഉണ്ടാക്കുക. ഞങ്ങൾ ഒന്നും കൂടെ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുക്കിയെടുക്കും കേട്ടോ. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴേക്കും നീവൂട്ടൻ എണീറ്റ് കേട്ടോ. അവന് ഒത്തിരി വാശിയായിരുന്നു, കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവനെ എടുത്തപ്പോൾ അവനൊന്ന് സന്തോഷമായിട്ടോ. അതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ആഡ് ചെയ്യുന്നത്. ഗരം മസാലയും കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഉണക്കി എടുക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് പരുവം. ഇങ്ങനെ ഇതിലേക്ക് കുറച്ച് എന്ത് ചെയ്യും, മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.